സോ ബിഗ് ബോസ് തമിഴ് സീസൺ 9 തമിഴ് ബിഗ് ബോസിന് രണ്ടാമതൊരു വൈൽഡ് കാർഡ് ഫീമെയിൽ കണ്ടസ്റ്റന്റ് വിന്നർ ആയി വന്നിരിക്കുകയാണ്. അതെ, സീസൺ 7-ൽ അർച്ചന വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ട് ആ ഒരു സീസണിന്റെ വിന്നർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ ദിവ്യ ഗണേഷ് വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ട് ഈ ഒരു സീസണിലെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വിന്നർ ആയിരിക്കുകയാണ്. തമിഴിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലായിരുന്ന ഒരു സീസൺ ആയിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിൽ പോലും കണ്ടസ്റ്റൻസിന്റെ കഴിവില്ലായ്മ കൊണ്ട് വളരെ മോശമായ രീതിയിലേക്കാണ് പോയത്. പിന്നീട് അവസാന നിമിഷം കുറച്ച് ടെസ്റ്റുകളും 2 ഡബിൾ റെഡ് കാർഡുകളും അതുപോലെ വിന്നർ ആകേണ്ടിയിരുന്ന ഗാന വിനോദ് 18 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായി പുറത്തേക്ക് പോകുകൂടി ചെയ്തപ്പോൾ മൊത്തത്തിൽ ഒരു ടെസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നടന്ന ഒരു സീസൺ ആയിരുന്നു. എല്ലാ സീസണുകളും പോലെ തന്നെ തമിഴിൽ എപ്പോഴും ഒരു ടെസ്റ്റ് ആൻഡ് ടേൺസ് അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത പലരും വിന്നാകും, പ്രതീക്ഷിക്കുന്നവർ പലരും പുറത്തേക്ക് പോകുന്ന സാധ്യതകളൊക്കെ കണ്ടുവന്നിരുന്നു. എന്തായാലും ഈ ഒരു സീസണിലും രണ്ടാമതൊരു ഫീമെയിൽ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് കൂടി വിന്നറായിരിക്കുകയാണ്. തമിഴ് ബിഗ് ബോസിൽ ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഫിനാലയിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് 4 പേരാണ്. ഒന്ന് ദിവ്യ ഗണേഷ്, അതുപോലെ തന്നെ ശബരി, വിക്രം, അരോര സിൻക്ലെയർ. ഇതിൽ 4 പേരിൽ അരോര 4ാമതായിട്ടും വിക്രം 3ാമതായിട്ടും നിന്നു. ഇവർ രണ്ടുപേരും ഇതുവരെ എത്തേണ്ട ആളുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരിക്കലും പറയത്തില്ല. എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഇതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. പ്രേക്ഷക സപ്പോർട്ടുകൾ കുറവായിരുന്നത് കൊണ്ടും അവർ പുറത്തേക്ക് പോയി. ഇവരെങ്ങനെയൊക്കെയോ ഒരു സൈഡ് പറ്റി ഫിനാലെ വരെ എത്തി. അടുത്തത് ശബരിയാണെന്നുണ്ടെങ്കിലും ദിവ്യ ആണെന്നുണ്ടെങ്കിലും ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ശബരിനെ പറയാൻ സാധിക്കും. കുറച്ചുകൂടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും മൊത്തം ഹൗസ് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ശബരിയാണ് കുറച്ചും കൂടെ ഡിസേർവിംഗ് ആയിട്ടുള്ളത്. പിന്നെ തമിഴ് ബിഗ് ബോസ് കുറച്ച് PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ കുറച്ചുകൂടെ മുന്നിട്ട് നിന്നു. അതുപോലെ തന്നെ പ്രേക്ഷക സപ്പോർട്ടുകൾ, അത് വിജയ് TV പ്രൊഡക്റ്റ്, സീരിയൽ ആക്ട്രസ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രേക്ഷക സപ്പോർട്ട് കുറച്ചും കൂടി കൂടുതൽ നമ്മുടെ ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ കുറച്ച് നല്ലൊരു പക്ക PR സപ്പോർട്ടുമായിട്ട് വൈൽഡ് കാർഡായിട്ട് വന്നത് കൊണ്ട് തന്നെ ആ ഒരു മുൻതൂക്കവും ദിവ്യയെ സംബന്ധിച്ചുണ്ടായിരുന്നത് കൊണ്ട് വിന്നാകുന്നതിൽ അധിക തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചാൻസ് ഉണ്ടായിരുന്ന ഗാന വിനോദ് പുറത്തു പോകുകയും പണപ്പെട്ടിയും എടുത്ത് പുറത്തു പോകുകൂടി ചെയ്തതോടുകൂടി ഒരു വിന്നിങ് മൊമെന്റ് ദിവ്യക്ക് ഈസി ആയിട്ട് വഴി തുറന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീസണിലെ ഫിനാലയിലുള്ള കണ്ടസ്റ്റൻസ് 4 പേരും ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ഡിസേർവിംഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. മികച്ച കണ്ടസ്റ്റൻസ് ഒക്കെ പലരും ഉണ്ടായിരുന്നു. എനിവേസ് അതൊരു മികച്ച രീതിയിൽ വളരെ മോശമായി കൊണ്ടുപോയിരുന്ന ഒരു സീസൺ. എന്തെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റുകൾ, ഒരു ഡബിൾ റെഡ് കാർഡ് വരെയും കൊടുത്തു പാർവതി, അതുപോലെ തന്നെ നമ്മുടെ കമറുദ്ദീൻ, അവരും അത് അർഹിച്ചിരുന്നു. അവർക്കും അത്യാവശ്യ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫിനാലയിൽ ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഹെവി PR ഒക്കെ ആയിട്ട് വന്നിരുന്ന 2 കണ്ടസ്റ്റൻസുമായിരുന്നു. പാർവതിക്കൊക്കെ ഭയങ്കര ഹെവി PR-ഉമായിട്ട് വന്നതായിരുന്നു. ബട്ട് ബാളിലൊക്കെ എന്ന് പറയാം, റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. ഹെവി PR-ലൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എനിവേസ് ബിഗ് ബോസ് തമിഴ് സീസൺ 9 അങ്ങനെ അവസാനിക്കുകയാണ്. ഇന്ന് 6 മണി തൊട്ട് ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യും ഈ ഒരു സീസണിന്റെ ഫിനാലെയും കാര്യങ്ങളും ഒക്കെ. അപ്പം ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഇന്നലെ രാത്രി കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 4ാമത് നമ്മുടെ അരോര സിൻക്ലെയർ, 3ാമത് വിക്രം, റണ്ണറപ്പായിട്ട് നമ്മുടെ ശബരി, വിന്നറായിട്ട് നമ്മുടെ ദിവ്യ ഗണേഷാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 9 വിന്നറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തമിഴ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക, ദിവ്യ ഗണേഷ് വിന്നറാകാൻ അർഹതപ്പെട്ടിരുന്നു? അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിന്നർ ആരായിരുന്നു? അപ്പം ഇനി മലയാളം ബിഗ് ബോസിന് വേണ്ടിയിട്ട് കളം ഒഴിഞ്ഞു കൊടുക്കുകയായി. നമുക്ക് പ്രത്യേകിച്ച് ഹൗസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു സെറ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഇതുവരെയും നമുക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ ഹൗസിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയെന്നോ അതിന്റെ ഓഡീഷൻ നടക്കാൻ തുടങ്ങിയെന്നോ എന്നതിനെ പറ്റി ഒന്നും ഒരു അറിവും കിട്ടിയിട്ടില്ല. ബട്ട് ഈ ഒരു സീസൺ മാക്സിമം നേരത്തെ തുടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിരുന്നു. ഇതിപ്പോൾ നമ്മുടെ തമിഴ് ബിഗ് ബോസ് അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വിന്നർ ആയിക്കൊണ്ട് 2ാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ നമ്മുടെ അർച്ചനയായിരുന്നു. സോ തമിഴ് ബിഗ് ബോസ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണോ, എങ്ങനെയൊക്കെയോ അവസാനിപ്പിച്ചു എന്ന് വേണം പറയാൻ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും.